ജൂൺ 19 നിലമ്പൂരിലെ ജനം വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇടതു സ്വതന്ത്രനായി വിജയിച്ച PV അൻവർ രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ വീണ്ടും തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയത്തിനായി മുന്നണികൾ കച്ചകെട്ടി ഒരുങ്ങിക്കഴിഞ്ഞു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയും അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മുത്തേടം, പോത്തുങ്കൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. നഗരസഭയിലും 2 പഞ്ചായത്തുകളിലും ഇടതാണ് ഭരണത്തിലെങ്കിൽ 5 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് UDF ആണ്. 1965 നിലമ്പൂർ മണ്ഡലം രൂപവത്കൃതമായതിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ CPM-ന്റെ K കുഞ്ഞാലിയാണ് വിജയിച്ചത്. കോൺഗ്രസിന്റെ ആര്യാട് മുഹമ്മദ് ആയിരുന്നു അന്നത്തെ എതിരാളി. 7161 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു കുഞ്ഞാലിയുടെ വിജയം. 1967 കുഞ്ഞാലി വിജയം ആവർത്തിച്ചു. ഭൂരിപക്ഷം 9789 എതിരാളി ആര്യാടൻ മുഹമ്മദ് തന്നെ. 1969 ജൂലൈ 26 ചുള്ളിയോട് അങ്ങാടിയിൽ നടന്ന വെടിവെപ്പിൽ MLA ആയിരുന്ന കുഞ്ഞാലി കൊല്ലപ്പെടുന്നു. തുടർന്ന് ആര്യാടൻ മുഹമ്മദ് അറസ്റ്റിലായി. പിന്നാലെ 1970 ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ MP ഗംഗാധരൻ ജയിച്ചു. ഭൂരിപക്ഷം 2811. എതിരാളി CP അബൂബക്കർ. മന്ത്രിസഭ രാജിവെച്ചതിനെ തുടർന്ന് 1971 തിരഞ്ഞെടുപ്പ്. MP ഗംഗാധരന് തന്നെയായിരുന്നു വിജയം. 1977 CPM-ന്റെ സെയ്താലിക്കുട്ടിക്കെതിരെ മത്സരിച്ച ആര്യാട് മുഹമ്മദ് ആദ്യ വിജയം നേടി. 1980 കോൺഗ്രസ് I സ്ഥാനാർത്ഥി TK ഹംസയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് U സ്ഥാനാർത്ഥി C ഹരിദാസ് വിജയിച്ചു. എന്നാൽ LDF മന്ത്രിസഭയിൽ മന്ത്രിയായ ആര്യാട് മുഹമ്മദിന് മത്സരിക്കാനായി C ഹരിദാസ് രാജിവെച്ചു. 1980 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ച് 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ആര്യാട് മുഹമ്മദ് ജയിക്കുന്നു. 1982 ആര്യാട് മുഹമ്മദ് LDF വിട്ട UDF-ന് വേണ്ടിയും TK ഹംസ UDF വിട്ട് LDF പിന്തുണയിൽ സ്വതന്ത്രനായും മത്സരിക്കുന്നു. 1566 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ TK ഹംസ ജയിക്കുന്നു. 1987 മുതൽ 1991, 96, 2001, 2006, 2011 വരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ആര്യാട് മുഹമ്മദാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2016 LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ വിജയിച്ചു. എതിരാളി ആര്യാടൻ ഷൗക്കത്ത്. 2021 വിജയം PV അൻവറിന്. എതിരാളി VV പ്രകാശ്. 2025 ജനുവരി 13 PV അൻവർ LDF-നുള്ള പിന്തുണ പിൻവലിച്ച് MLA സ്ഥാനം രാജിവെച്ചത്. പിന്നാലെ 2025 മെയ് 25 ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇത്തവണ ഇരു മുന്നണിക്കും ഒപ്പം അൻവറിനും തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ നീളുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടിയാണ് നിലമ്പൂർ. ജൂൺ 23 വോട്ടെണ്ണൽ. നിലമ്പൂരിൽ ആര് വാഴുമെന്നും ആര് വീഴുമെന്നും കണ്ടറിയാം.